ഹലോ നമസ്കാരം. ഉഡായിപ്പിൻ്റെ ആശാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയോണിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നത് നോർമലായിട്ടുള്ള ഹെഡ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു LED ലൈറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് LED ബൾബ് ഏതാണ്, എത്ര രൂപ ഇതിന് വില വരും, പിന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്. എത്രമാത്രം ലൈറ്റ് ഇതിനുണ്ട് എന്നുള്ളത് കാണിക്കുന്ന എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ജസ്റ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടും ലൈറ്റ് ഓൺ ആക്കിയിട്ടുമുള്ള വീഡിയോൻ്റെ സാമ്പിളാണ് ഞാൻ അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പാർക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒസ്റാമിൻ്റെ T9 LED ബൾബാണ്. ഇതിന് ഏകദേശം 300 രൂപയാണ് വില വരുന്നത്. പിന്നെ മെയിൻ ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ നൈറ്റായി H4 72 വാട്ട്, രണ്ട് ബൾബും കൂടിയിട്ടാണ് 72 വാട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സോക്കറ്റിൽ തന്നെ നമുക്ക് വെക്കാം. വേറെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് ഒന്നും തുളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ക്യാപ്പ് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഡസ്റ്റ് ക്യാപ്പ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബോണറ്റ് തുറക്കുക. തുറന്നതിന് ശേഷം നമ്മൾ LED ബൾബിൻ്റെ, അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ക്യാപ്പ് ഇതാ ഇവിടെ കാണാൻ പറ്റും. അത് ജസ്റ്റ് ആ ക്യാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോർമലായിട്ടൊരു ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ബൾബ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിൽ നിന്ന് ഊരാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ക്യാപ്പ് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ നമുക്ക് തിരിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലെങ്കിലും നമ്മൾ കൈയൊക്കെ ഇട്ടിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട്, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു കയ്യിൽ ഫോണും പിന്നെ ഒരു കയ്യിൽ ഇത് ഊരാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം ഞാൻ ഓൾറെഡി ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റൈൻ്റെ LED ബൾബ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫാൻ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പാർക്ക് ലൈറ്റ് ആണ്. പാർക്ക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ് ഊരേണ്ടത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ആദ്യം പാർക്ക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒസ്റാമിൻ്റെ T9 എന്ന് പറഞ്ഞ LED. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള മെയിൻ നമ്മുടെ നൈറ്റൈൻ്റെ LED ഹെഡ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിത് ഇവിടെ ഊരിയിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെയാണ് ഊരുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഊരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ജസ്റ്റ് അമർത്തിയിട്ട് മുകളിലോട്ട് വലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹാലോജൻ ലൈറ്റ് ഞാൻ ഓൾറെഡി ഊരിയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ആഡ് ചെയ്യാത്തത്. പക്ഷെ അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഈ ക്ലിപ്പ്, ഈ ഡസ്റ്റ് ക്യാപ്പ് തുറന്നതിന് ശേഷം ഈ ക്ലിപ്പ് അമർത്തിയതിന് ശേഷം മുകളിലോട്ട് വലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലിപ്പ് തുറന്നു വരും. അതിനുശേഷം നമ്മൾ ഈ ഹെഡ്ലൈറ്റ് പിന്നിലോട്ട് വലിച്ചിട്ട് ഈ സോക്കറ്റിൽ നിന്ന് വേറെടുത്തിട്ട് ആണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഹെഡ്ലൈറ്റ് ഊരിയതിന് ശേഷം കൈ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹോളിലൂടെ ഇട്ടിട്ട് ഈ ബൾബിനെ നമ്മൾ പ്രസ് ചെയ്യണം. അല്ലാതെ നമ്മൾ നേരിട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സോക്കറ്റിൽ നിന്ന് വയർ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ഹെഡ്ലൈറ്റിന് മുന്നേ നമ്മൾ പാർക്ക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ പാർക്ക് ലൈറ്റ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വയർ പതുക്കെ വലിച്ച് നമുക്ക് ഈ പാർക്ക് ലൈറ്റ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ പാർക്ക് ലൈറ്റ് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സോക്കറ്റിൽ നിന്ന് നമ്മൾ ആ ഹാലോജൻ ലാമ്പിനെ വിടിയിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജൻ ലാമ്പിന് പൊളാരിറ്റി ഇല്ല. പ്ലസ് മൈനസ് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്താലും അത് കത്തുന്നതാണ്. പക്ഷേ നമ്മുടെ LED ബൾബിന് പൊളാരിറ്റി ഉണ്ട്. അത് പ്ലസ് മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് കത്തില്ല. അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ശ്രദ്ധിക്കണം നമ്മൾ കറക്റ്റ് പൊളാരിറ്റിയിലാണോ ഇത് വെച്ചിട്ടുള്ളതെന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം നമ്മൾ വല്ലാതെ പ്രസ് ചെയ്യുക അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു പുഷിൽ തന്നെ കയറും. ഇപ്പോൾ നമ്മൾ വല്ലാതെ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ കാര്യം അതിൽ തെറ്റാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, അതിൻ്റെ 2 കണക്റ്റേഴ്സ് ഉണ്ട്. ആ കണക്റ്റേഴ്സിൽ നമ്മുടെ ഈ ലീഡ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ
ഈ പാർക്ക് ലൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ഓണാക്കിയതിന് ശേഷം ലൈറ്റ് ഓണാക്കിയിട്ട് പാർക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതവിടെ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുക പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഹോളിലോട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ അവിടെ നിന്നോളും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് നൈറ്റ് അതിൻ്റെ LED ബൾബ്. മൊത്തം ഇതിന് 75 വാട്ടാണ് പറഞ്ഞാൽ 2 ബൾബും കൂടിയിട്ടാണ് ഈ പറഞ്ഞ വാട്ടേജ്. അതുകൊണ്ട് നമ്മൾ എക്സിസ്റ്റിംഗ് വയറിംഗ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹാലോജൻ ലാമ്പ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അവിടെ വെക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് ആ ലൈറ്റും പിന്നെ ആ കാണുന്ന ബ്ലാക്കുള്ള സർക്കിള്. അപ്പോൾ ഈ ബ്ലാക്ക് സർക്കിള് ആണ് നമ്മൾ ആദ്യം ഈ ഈ ഡസ്റ്റ് ക്യാപ്പ് തുറന്നിട്ട് ഈ ലൈറ്റ് റിമൂവ് ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഈ LED ബൾബ് അവിടെ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 3 ലെഗും നമ്മൾ അതായത് ഈ സർക്കിളിൻ്റെ ഈ റൗണ്ടായിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് പീസിൻ്റെ 3 ലെഗും നമ്മൾ നമ്മുടെ ആ ഒരു ഇപ്പോൾ കാണുന്ന ഹെഡ്ലൈറ്റിൻ്റെ അതിലോട്ട് അലൈൻ ചെയ്ത് വെക്കണം. അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ക്ലിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ ഓവറായിട്ട് ഒരു പ്രഷറും ഇതിലൊന്നും കൊടുക്കണ്ട, കാരണം ഇതെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു കാര്യം റോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അത് കറക്റ്റായിട്ടാണോ ഇരുന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാനത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റായി വെച്ചതിന് ശേഷം ഞാൻ ആ ക്ലിപ്പ് ഇടുകയാണ്. ക്ലിപ്പ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് ആ ലോക്കിൽ കൊണ്ടുപോയിട്ട് ഉടക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വലിയ സ്കില്ലുകളൊന്നും വേണ്ട, ആർക്കും ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡാണ്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എനിക്ക് ടോട്ടലായിട്ട് ഇതിൻ്റെ പാർക്ക് ലൈറ്റും പിന്നെ നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റും മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് മൊത്തത്തിൽ ചിലവായത് 2100 രൂപയാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റും ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഈ നൈറ്റ് അതിൻ്റെ ലൈറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കുറേ റിവ്യൂസൊക്കെ ഉള്ള ഒരു ഇത് നോക്കിയിട്ടാണ് മേടിച്ചത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്, നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ലൈറ്റ് ആ ഒരു സർക്കിളിൽ ആ റൗണ്ടായിട്ടുള്ള ആ ഒരു ക്ലിപ്പിൽ നമ്മൾ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ലോക്ക് ഉണ്ട്, ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ചു നോക്കിയാൽ അത് വരില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളെ ക്ലിപ്പ് കണക്ട് ചെയ്തതിന് ശേഷം എല്ലാ വയറുകളും ഈ LED ലൈറ്റിന് റൗണ്ടായിട്ട് വെച്ചിട്ട് ഉള്ളിൽ എല്ലാം നല്ല ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ക്യാപ്പ് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ചിലപ്പം തോന്നും ക്യാപ്പ് അവിടെ കൊള്ളില്ല, ഈ സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. പക്ഷെ അത് കൊള്ളും. നല്ല രീതിയിൽ അത് അടക്കി വെച്ചാൽ മാത്രം ചെയ്താൽ മതി. അത്രയോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണത് വെച്ചിട്ടുള്ളതും എങ്ങനെയാണത് ക്ലോസ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ മീൻ ടൈം ഞാനിതിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ട്, പിന്നെ വല്ലാതെ ഇത് ചൂടാവുന്നില്ല. നമുക്ക് ഈ ഡസ്റ്റ് ക്യാപ്പ് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ എക്സിസ്റ്റിംഗ് വയറിംഗ് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഹാലോജൻ തന്നെ വെക്കാനും പറ്റും. ജസ്റ്റ് ഇത് ഊരി വെച്ചിട്ട് അത് എടുത്തിടുക എന്നുള്ള കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെ നമ്മളിതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റും ഡിമ്മും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LED കത്തുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബ്രൈറ്റും ഡിമ്മും തമ്മിലുള്ളൂ. പക്ഷേ വെളിച്ചത്തിൻ്റെ കേസിൽ ഇത് ഒരു വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയൊരു വ്യത്യാസം, വളരെ ചെറിയ വ്യത്യാസം. നമുക്ക് അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ നല്ല രീതിയിൽ നമ്മൾ ചീത്ത പറയും, അത്രയും നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്.
പിന്നെ ഇതിൻ്റെ ലീഗാലിറ്റി എനിക്കറിയില്ല. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള അതെനിക്കറിയില്ല. ഞാൻ കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ വളരെ ബുദ്ധിമുട്ട്, ആളുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഞാനിത് തിരിച്ച് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മോർണിംഗിൽ ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് അത്ര തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ പാസ് ലൈറ്റ് അടിക്കുമ്പോൾ അതത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു LED യൂസ് ചെയ്യുന്നതുകൊണ്ട്. കുറച്ച് ഇപ്പം നമ്മൾ ഹാലോജൻ ലൈറ്റ് ആണെങ്കിൽ ആ മഞ്ഞ കളർ കാരണം രാവിലെ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതും പാസ് ലൈറ്റ് തിരിച്ചറിയാൻ പറ്റും, പക്ഷേ ഹാലോജൻ ലൈറ്റിൻ്റെ അത്ര എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള എൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു എവരിവൺ. ബൈ.